Crystal Institute, creating a real am of young scholars and talented aspirants to lead. Hello, myself Gavin Krishna, Faculty of Chemistry, Crystal Institute. അപ്പോൾ നമ്മൾ ഓൾറെഡി എന്താ ഹാലോ ആൽക്കെയിൻസ് ആൻഡ് ഹാലോ അറീൻസ് ഓർഗാനിക് കെമിസ്ട്രി അല്ലേ, അതിൻ്റെ പാർട്ട് 1 ഓൾറെഡി കണ്ടു. ഇനി നമുക്ക് അതിൻ്റെ പാർട്ട് 2 കടക്കാം, അതായത് പ്രിപ്പറേഷൻ ഫ്രം ഹൈഡ്രോ കാർബൺസ്. നോക്കി, നമ്മളിത് ഓൾറെഡി പഠിച്ചിട്ടുള്ള കാര്യമാണ്. എവിടെയാണെന്നറിയോ, നമ്മുടെ +1 ഹൈഡ്രോ കാർബൺ ചാപ്റ്റർ ഓൾറെഡി പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ കേട്ടോ. നോക്കി, ബൈ ഫ്രീ റാഡിക്കൽ ക്ലോറിനേഷൻ, അതായത് ഹൈഡ്രോ അല്ലെ, കാർബണും ഹൈഡ്രജനും മാത്രമുള്ള കമ്പൗണ്ട്സ് ആണ് ഹൈഡ്രോ കാർബൺ. ഹൈഡ്രോ കാർബൺ റിയാക്ട്സ് ഇൻ പ്രസൻസ് ഓഫ് ക്ലോറിൻ അല്ലെങ്കിൽ ബ്രോമിൻ, ഇൻ പ്രസൻസ് ഓഫ് ലൈറ്റ് അല്ലെങ്കിൽ ഹീറ്റ്. ലൈറ്റ് ഒന്നെങ്കിൽ ലൈറ്റ് റിയാക്ട് ചെയ്യാം, അല്ലെങ്കിൽ ഹീറ്റുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ നോക്കിക്കേ നമുക്ക് ക്ലോറിനേഷൻ നടക്കും. ഒന്നുമില്ല, ഇനി നോക്കിക്കേ, ഈ എച്ചിന് പകരം ദാ നമ്മുടെ ക്ലോറിൻ കയറണം. എച്ചിന് പകരം ആര് കയറണം? നമ്മുടെ ക്ലോറിൻ കയറണം കേട്ടോ. CH ബോണ്ടിന് പകരം CCl ബോണ്ട് ഉണ്ടാകണം. അപ്പൊ അത്രയും കാര്യമേ ഉള്ളൂ. ഓക്കെ, പ്ലസ് എച്ച്. ഇപ്പൊ നോക്കിയേ, ഈ എച്ചും ഈ Cl തമ്മിൽ എന്തുണ്ടായി? HCl ഉണ്ടായി കേട്ടോ. ദിസ് ഈസ് ദ റിയാക്ഷൻ. നെക്സ്റ്റ്, അപ്പൊ നമുക്ക് ഇൻ ഡെപ്തിൽ നമുക്ക് എന്താ ചെയ്യണം? ഈ ക്ലോറിനേഷന്റെ മെക്കാനിസം മനസ്സിലാവണം. നോക്കിയേ, അപ്പൊ അതിന് മുമ്പ് നോക്കിയേ കേട്ടോ, സൈക്ലോഹെക്സേൻ ഇൻ പ്രസൻസ് ഓഫ് ക്ലോറിൻ ബാർ ഹീറ്റ് എന്താണ് നോക്കിയേ കേട്ടോ. ഒരു എച്ച് മാറി ഒരു ക്ലോറിൻ കയറി, മറ്റേ Cl ഇവിടുന്ന് പോയ എച്ചും തമ്മിൽ HCl അങ്ങ് പോയി, എലിമിനേറ്റ് ആയി. അത് കാണിക്കേണ്ട ആവശ്യമില്ല. നെക്സ്റ്റ്, സൈക്ലോഹെക്സേൻ ഇൻ പ്രസൻസ് ഓഫ് Cl2 ബാർ H കേട്ടോ. ഒന്നെങ്കിൽ ഹീറ്റ് ആകാം അല്ലെങ്കിൽ ലൈറ്റ് ആകാം. റിയാക്ട് ചെയ്യുമ്പോൾ നോക്കി, എച്ചും Cl തമ്മിൽ HCl പോയി, ബാക്കി ഒരു ക്ലോറിൻ എങ്ങോട്ട് കയറി? റിംഗിലേക്ക് കയറി, അതായത് സൈക്ലോഹെക്സേൻ റിംഗിലേക്ക് കയറി. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ ക്ലോറിൻ ഈ പൊസിഷനില്ല, ഒന്നെങ്കിൽ ഇവിടെ കൊടുക്കാം അല്ലെങ്കിൽ എന്താ ഇവിടെ കൊടുക്കാം, ഇഷ്ടമുള്ള പൊസിഷൻ കൊടുക്കാം കേട്ടോ. അത് ഡിപ്പെൻസ്. നെക്സ്റ്റ്, നമുക്ക് ഇതിന്റെ മെക്കാനിസം നോക്കാം. ഇവിടെ ഒരു ഇമ്പോർട്ടന്റ് പോയിന്റ് ഉണ്ട്, അത് നോക്കിക്കേ. ഇതിന്റെ ഫോർമുല, സൈക്ലോഹെക്സേന്റെ ഫോർമുല C6H12 എന്നാണ് അല്ലേ. An organic compound A undergoes chlorination to form a single monochloro product. കേട്ടോ, an organic compound A having the formula C6H12. അതായത് ക്വസ്റ്റ്യൻസ് എന്താ, ആ ഓർഗാനിക് കമ്പൗണ്ട് ക്ലോറിനേഷൻ സംഭവിക്കുമ്പം ഒരു ടൈപ്പ് പ്രോഡക്റ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പൊ ആ ടൈപ്പ് പ്രോഡക്റ്റ് ആണ് നോക്കിക്കേ കേട്ടോ. ഒന്നെങ്കിൽ അപ്പം ഇവിടെ 1 ക്ലോറോ ആവാം. ഇപ്പൊ ഇതാ ഈ ക്ലോറിന് പകരം, ഇപ്പൊ ഇവിടെ ക്ലോറിൻ ഇല്ല, അതിന് പകരം എന്താണ്ട് ഇവിടെ ക്ലോറിൻ ഇല്ല. ഓക്കെ, ഇപ്പൊ നമുക്ക് ഇവിടെ ആണെങ്കിൽ ഓക്കെ, ഇപ്പൊ ഇവിടെ നമുക്കൊന്നുമില്ല, ഇവിടെ നമുക്കൊന്നുമില്ല. ഇത് നോക്കി ഇവിടെ കൊടുത്താലും എന്താ, അപ്പോഴും എന്താ 1 ക്ലോറോ സൈക്ലോഹെക്സേൻ തന്നെ ആയി. ഓക്കെ, അപ്പൊ ഫോർമുലയിൽ മാറ്റമില്ല. അപ്പൊ അങ്ങനെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസും ഉണ്ട്. അപ്പൊ അത് നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കേട്ടോ. നെക്സ്റ്റ്, അപ്പൊ അതിൽ വരും ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ഡീപ്പായിട്ട് പറയാം. നെക്സ്റ്റ് നോക്കിക്കേ, നമുക്ക് ഇതിന്റെ മെക്കാനിസം ഒന്ന് പഠിക്കണം. എൻട്രൻസ് പോയിന്റ് ഓഫ് വ്യൂവിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ്. അതായത് ക്ലോറിൻ ബോണ്ട് ലൈറ്റിന്റെ പ്രസൻസിൽ ഹോമോലിറ്റിക് ക്ലീവേജ് ആർക്കും. അതായത് ക്ലോറിൻ ബോണ്ട് ഈക്വലായിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട്, അപ്പൊ ഒരു ബോണ്ട് എന്ന് വെച്ചാൽ എത്ര ഇലക്ട്രോണാ? ഒരു ബോണ്ട് എന്ന് വെച്ചാൽ 2 ഇലക്ട്രോണാണ്. ഒരു ബോണ്ട് എന്ന് വെച്ചാൽ 2 ഇലക്ട്രോണാണ് അല്ലെ. അപ്പം ഇൻ പ്രസൻസ് ഓഫ് ലൈറ്റ് ഈ ബോണ്ട് സ്പ്ലിറ്റ് ആയിട്ട് ഒരു ഇലക്ട്രോൺ ക്ലോറിന് മണ്ടയ്ക്ക് പോയി, മറ്റേ ഇലക്ട്രോൺ ക്ലോറിന് മണ്ടയ്ക്ക് പോയി. കണ്ടോ, ഹോമോലിറ്റിക് ക്ലീവേജും 2 ഹോമോലിറ്റിക്, നമ്മൾ അതിന്റെ ഫിഷ് ഹുക്ക് ആരോ എന്ന് പറയും. അതായത് നോക്കിയാൽ കണ്ടോ, ഒറ്റ ആരോ, ഇതാണ് ഫിഷ് ഹുക്ക് ആരോ. ഹോമോലിറ്റിക് ക്ലീവേജ് ക്ലോറിൻ റാഡിക്കൽ 2 ക്ലോറിൻ റാഡിക്കൽ കിട്ടി.
ഈ സ്റ്റെപ്പിനെ വിളിക്കുന്ന പേരാണ് ഇനിഷിയേഷൻ സ്റ്റെപ്പ്. രണ്ടാം സ്റ്റെപ്പ് നോക്കിക്കേ, നമ്മൾ ഓൾറെഡി സൈക്ലോഹെക്സേൻ ഉണ്ടായിരുന്നു അല്ലെ. സൈക്ലോഹെക്സേനകത്ത് ഒരു ബോണ്ടിനകത്ത് എന്താ ഹൈഡ്രജൻ ഉണ്ട്, കാർബൺ ഹൈഡ്രജൻ ബോണ്ട് അല്ലേ ഇത്. ക്ലോറിൻ റാഡിക്കലായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ കണ്ടോ ഇവിടെയും എന്ത് നടക്കും, ഹോമോലിറ്റിക് ക്ലീവേജ് നടക്കും. അതായത് ഇവിടെയും എന്തുണ്ടായി, സി ഡോട്ടും എച്ച് ഡോട്ടും, മനസ്സിലാവുണ്ടോ? ആ എച്ച് ഡോട്ടും സി എൽ ഡോട്ടും നമ്മൾ എന്തോ ഉണ്ടായ പ്രൊഡക്റ്റ് HCl ഉണ്ടായി. ബാക്കി എന്താ നോക്കിയേ, കണ്ടോ ബാക്കി ഇവിടെ ഉണ്ടായ ആ സൈക്ലോഹെക്സേന്റെ മണ്ടയ്ക്കുള്ള റാഡിക്കൽ, അതും പിന്നെന്താ നമ്മൾ നോർമൽ ക്ലോറിൻ ബോണ്ടായിട്ട് വീണ്ടും റിയാക്ട് ചെയ്യുമ്പോൾ വീണ്ടും എന്താ ഒരു റാഡിക്കൽ, ഇത് റിയാക്റ്റീവ് സ്പീഷീസ് ആ റാഡിക്കൽ. വീണ്ടും നോക്കിക്കേ, ഈ സൈക്ലോഹെക്സേനകത്ത് എന്തോ ചെയ്യും, ഈ ക്ലോറിൻ ബോണ്ട് പൊട്ടി വീണ്ടും ക്ലോറിൻ റാഡിക്കൽ ഉണ്ടായി. ഈ റാഡിക്കലും അതായത് സൈക്ലോഹെക്സേൻ റാഡിക്കലും ക്ലോറിൻ റാഡിക്കൽ തമ്മിൽ കണ്ടോ ബോണ്ട് ഉണ്ടായി, പ്ലസ് ക്ലോറിൻ റാഡിക്കൽ ഫ്രീ ആയിട്ട് ലിബറേറ്റ് ചെയ്തു. ദിസ് സ്റ്റെപ്പ് ഈസ് നോൺ ആസ് പ്രൊപ്പഗേഷൻ സ്റ്റെപ്പ്. അതായത് ചെയിൻ നീട്ടി വലിക്കുന്ന സ്റ്റെപ്പാണ് പ്രൊപ്പഗേഷൻ സ്റ്റെപ്പ്. ലാസ്റ്റ് സ്റ്റെപ്പാണ് ടെർമിനേഷൻ. അതായത് കണ്ടോ, അപ്പോൾ നമുക്ക് പ്രൊപ്പഗേഷൻ സ്റ്റെപ്പിലും എന്താ 1 ക്ലോറോ സൈക്ലോഹെക്സേൻ കിട്ടാം. അതല്ല ടെർമിനേഷൻ സ്റ്റെപ്പിൽ നോക്കിക്കേ, വീണ്ടും ഇവിടെയും നോക്കിക്കേ, സൈക്ലോഹെക്സേൻ എടുത്തിട്ട് കണ്ടോ ക്ലോറിൻ റാഡിക്കൽ നോക്കിയേ, ഇവിടെ ഇതും റാഡിക്കല ഇവർ തമ്മിൽ റിയാക്ട് ചെയ്യുമ്പോൾ നോക്കിക്കേ, കണ്ടോ വീണ്ടും സൈക്ലോഹെക്സേൻ ഉണ്ടായി. ഓക്കെ, ലാസ്റ്റ് സ്റ്റെപ്പ് എന്താ, ക്ലോറിൻ റാഡിക്കൽ തമ്മിൽ റിയാക്ട് ചെയ്തിട്ട് ക്ലോറിൻ ബോണ്ട് ഉണ്ടായി. we reach the initial step. കണ്ടോ, this is the termination and the reaction continues. termination. അപ്പോൾ എൻട്രൻസ് പോയിന്റ് ഓഫ് വ്യൂല് ഈ റിയാക്ഷൻ മെക്കാനിസം സ്റ്റെപ്പ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പ്രൊപ്പഗേഷൻ, ഇനിഷ്യേഷൻ, പ്രൊപ്പഗേഷൻ ആൻഡ് ടെർമിനേഷൻ. നെക്സ്റ്റ് ഓക്കെ, ഇനി ടോളുവിൻ എന്ന് വെച്ചാൽ എന്താ അറിയോ, ബെൻസീൻ റിങ്ങിന്റെ മുകളിൽ അല്ലെങ്കിൽ ബെൻസീൻ റിങ്ങിന്റെ അറ്റാച്ച്മെന്റ് മീഥൈൽ ഗ്രൂപ്പ് വരുമ്പോൾ വിളിക്കുന്ന പേരാണ് ടോളുവിൻ. അപ്പൊ എന്റെ ക്വസ്റ്റ്യൻ, ടോളുവിൻ ഓൺ ക്ലോറിനേഷൻ HNu അല്ലെങ്കിൽ എന്താ ഓൺ ഹീറ്റ് ഇൻ പ്രസൻസ് ഓഫ് വാട്ട് ക്ലോറിൻ അല്ലെ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? അതായത് റിങ്ങിൽ കയറുമോ, ഒന്നെങ്കിൽ സബ്സ്റ്റിറ്റ്യൂവന്റിൽ കയറുമോ അല്ലെങ്കിൽ റിങ്ങിൽ കയറുമോ, ഏത് പോസിബിലിറ്റിയാണ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് കേട്ടോ. അപ്പൊ ക്ലോറിനേഷൻ അതായത് ഫ്രീ റാഡിക്കൽ ഹാലോജിനേഷൻ നടക്കുമ്പോൾ ഇൻ പ്രസൻസ് ഓഫ് ലൈറ്റ് ഓർ ഹീറ്റ് നടക്കുമ്പോൾ നമുക്ക് ഒരിക്കലും റിങ്ങിൽ കയറ്റാൻ പറ്റില്ല. ഡബിൾ ബോണ്ട് ബ്രേക്ക് ചെയ്യാനുള്ള കഴിവ് ഈ ഫ്രീ റാഡിക്കൽ ഹാലോജിനേഷൻ ഇല്ല. എപ്പോഴും എന്താ സബ്സ്റ്റിറ്റ്യൂന്റിനകത്ത് മാത്രമേ ഹാലോജിനേഷൻ നടക്കത്തുള്ളൂ. അപ്പം നോക്കിക്കേ, ഇവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ ഹാലോജിനേഷൻ നടക്കുമ്പോൾ നോക്കിയാൽ എന്താ പ്രോട്ടീൻ നോക്കിയേ, സൈക്ലോഹെക്സേൻ ഉണ്ട് അല്ലെ, സോറി ബെൻസീൻ റിംഗ് ഉണ്ട്. ഇത് ബെൻസീൻ റിംഗാണ്, മണ്ടയ്ക്ക് ഒരു എച്ച് പോയിട്ട് ഒരു ക്ലോറിൻ കിട്ടിയേ, അപ്പൊ CH2 കണ്ടോ, CH2 ബാക്കി റിമൈനിങ് എന്താ വരുന്നത്, CH2 അറ്റാച്ച്മെന്റ് എന്താ CH2Cl കണ്ടോ. അപ്പൊ ഒരിക്കലും റിങ്ങിൽ കയറില്ല. അപ്പൊ ആ ഒരു കാര്യം കൂടി ഓർത്തിരിക്കണം. ആ കാര്യം പറഞ്ഞിട്ടുണ്ട് കേട്ടോ. നെക്സ്റ്റ് ഓക്കെ, കണ്ടോ, അതായത് നോക്കി ടോളുവിൻ ഇൻ പ്രസൻസ് ഓഫ് ക്ലോറിൻ ഒന്നെങ്കിൽ എന്താ ഹീറ്റ് ചെയ്യാം അല്ലെങ്കിൽ എന്താ ലൈറ്റ് ചെയ്യാം. HNu എവിടെ കയറത്തുള്ളു, കണ്ട CH3യുടെ ഒരു എച്ച് മാറി ക്ലോറിൻ കയറി കണ്ടോ. വീണ്ടും നടക്കും എന്താ, വീണ്ടും എന്താ ഇവിടുത്തെ ഒരു എച്ച് ഇവിടുത്തെ ഒരു എച്ച് പോയിട്ട് വീണ്ടും എന്താ അടുത്ത ക്ലോറിൻ കയറി CHCl2. വീണ്ടും എന്താ ഇവിടുത്തെ ഒരു എച്ച് പോയിട്ട് വീണ്ടും എന്താ CCl3 കണ്ടോ. അതായത് എച്ച് തീരുന്ന അവസാനം വരെ ഈ റിയാക്ഷൻ കണ്ടിന്യൂ ചെയ്യും. അപ്പൊ ക്ലോറിനേഷൻ നടക്കുമ്പോൾ സബ്സ്റ്റിറ്റ്യൂന്റ് കയറും. അതേസമയം ഭയങ്കര ഇമ്പോർട്ടൻ്റ്, അത് ഓൾറെഡി ഞാൻ പഠിപ്പിക്കാൻ വരുന്നേ ഉള്ളൂ. എന്നെ നോക്കിക്കേ,
ഇൻ പ്രസൻസ് ഓഫ് FeCl3 റിയേജന്റിന്റെ പ്രസൻസിൽ സബ്സ്റ്റിറ്റ്യൂവന്റിൽ കയറില്ല. എവിടെ കയറത്തുള്ളു? ഓർത്തോ പൊസിഷനിലും പാരാ പൊസിഷനിലും അറ്റാച്ച്മെന്റ് ആയിട്ട് ആര് കയറും? ക്ലോറിൻ കയറും. ആര് പോയിട്ട്? H പോയിട്ട് ക്ലോറിൻ കയറും. മനസ്സിലാവുണ്ടോ? അപ്പൊ അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് കേട്ടോ. അതായത് ഹീറ്റിന്റെ ലൈറ്റിന്റെ പ്രസൻസിൽ സബ്സ്റ്റിറ്റ്യൂവന്റിൽ കയറും, റിയേജന്റിന്റെ പ്രസൻസിൽ FeCl3 പ്രസൻസിൽ റിങ്ങിലും കയറും. കാരണം ഈ റിയേജൻസ് എന്ന് വെച്ചാൽ ഈ ബെൻസീൻ റിങ്ങിന്റെ റിയാക്ടിവിറ്റി കുറയ്ക്കുന്ന റിയേജൻസാണ്. അപ്പൊ നമുക്ക് എന്താ ചെയ്യാം? ഈ ബെൻസീൻ റിങ്ങിന്റെ ഓർത്തോ പാരാ പൊസിഷൻസിലേക്ക് നമുക്ക് ഈ സബ്സ്റ്റിറ്റ്യൂവന്റ് കൊടുക്കാൻ പറ്റും. ഓക്കെ, അത് നോക്കിക്കേ. ടൊളുവീൻ ഇൻ പ്രസൻസ് ഓഫ് Cl2 പ്രസൻസ് ഓഫ് ലൈറ്റ് നോക്കി എന്ത് കിട്ടും? നമുക്ക് അവസാനം CCl3 കിട്ടുന്നു. എന്തിടുന്നു? CCl3 കിട്ടുന്നു. ഓക്കെ, സിമ്പിൾ അല്ലേ? നെക്സ്റ്റ് നോക്കിയേ. നെക്സ്റ്റ് ഒരു പോസിബിലിറ്റി CH3 CH2 CH2 CH3 എന്താ? ബ്യൂട്ടേൻ. ബ്യൂട്ടേൻ അകത്ത് എന്താ? നമ്മുടെ ക്ലോറിൻ റാഡിക്കൽ. രണ്ട് പോസിബിലിറ്റി ഉണ്ട്. അതാ നോക്കിയേ, നമ്മൾ ഇവിടെ നിന്ന് എണ്ണിയ ദാ ഇതൊരു പ്രൈമറി കാർബൺ അല്ലേ? അതേസമയം ഇവിടോ കണ്ടോ സെക്കൻഡറി കാർബൺ. ഈ രണ്ട് പ്രൈമറിയും സെക്കൻഡറിയും കാർബണേ ഇവിടെ ഉള്ളു. അപ്പൊ രണ്ട് പോസിബിലിറ്റി ഉണ്ട്. എന്താ? ഒന്നെന്ന് പറയുമ്പം ഈ പ്രൈമറിയില് H റീപ്ലേസ് ആക്കിയിട്ട് ക്ലോറിൻ കയറാം. അല്ലെങ്കിൽ എന്താ? സെക്കൻഡറിയില് H റീപ്ലേസ് ആക്കിയിട്ട് ആര് കയറാം? ക്ലോറിൻ കയറാം. കേട്ടോ, ആ രണ്ട് പോസിബിലിറ്റി കാണിച്ചിരിക്കുന്നത്. അവിടെ രണ്ട് റാഡിക്കൽ ഉണ്ടായ ശേഷം പിന്നെന്താ? വീണ്ടും അടുത്ത ക്ലോറിൻ അറ്റാച്ച് ചെയ്യുമ്പോൾ ദാ ഇവിടെ ക്ലോറിൻ വരുന്നു, ദാ ഇവിടെയും ക്ലോറിൻ വരുന്നു. കേട്ടോ, ഇപ്പൊ രണ്ട് പ്രോഡക്റ്റ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. നെക്സ്റ്റ് നോക്കിക്കേ. നമ്മൾ മുമ്പേ പറഞ്ഞ പോയിന്റ് എക്സ്പ്ലനേഷൻ ആണ്. അതായത് കണ്ടോ, ആ റാഡിക്കൽ, ആ ഉണ്ടായ റാഡിക്കൽ ക്ലോറിനായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ക്ലോറിൻ കയറാം. കണ്ടോ, ഇവിടെ നിന്നാണ് സെക്കൻഡറി റാഡിക്കൽ ഏത്? സെക്കൻഡറി റാഡിക്കൽ ക്ലോറിനായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ സെക്കൻഡറി പൊസിഷനിലും ക്ലോറിൻ കയറാം. പിന്നെ വീണ്ടും എന്താ? ക്ലോറിൻ റാഡിക്കൽസ് ലിബറേറ്റ് ആവും. ക്ലോറിൻ റാഡിക്കൽസ് ലിബറേറ്റ് ആവുമ്പോൾ വീണ്ടും റിയാക്ഷൻ കണ്ടിന്യൂസ്. സിമ്പിളാ. നെക്സ്റ്റ് ഇങ്ങോട്ട് നോക്കിയപ്പോഴേ നല്ല അടിപൊളി ഒരു ക്വസ്റ്റ്യൻ. ഐഡന്റിഫൈ ഓൾ ദ പോസിബിൾ മോണോക്ലോറോ സ്ട്രക്ചറൽ ഐസോമേഴ്സ് expected to be formed on free radical monoclorination of CH3 twice. കണ്ടോ, CH3 twice, CH3 twice, CH, CH2, CH3. നോക്കിയേ, CH3 twice, CH, CH2, CH3. അതിന്റെ സ്ട്രക്ചർ ആണ് ഈ വരച്ചേക്കുന്നത്. കണ്ടോ, CH രണ്ട് അറ്റാച്ച്മെന്റ്, CH3 twice, CH2, CH3. ഓക്കെ, ഇവിടെ നോക്കിക്കേ. ഇവിടെ നോക്കണം, എല്ലാവരും നോക്കണം. ഇനി നോക്കി എല്ലാവരും. ഭയങ്കര ഇമ്പോർട്ടൻ്റ് ഒരു ഏരിയ കേട്ടോ. ഇവിടെ പല ഡിഫറെന്റ് ടൈപ്പ് ഓഫ് പ്രോഡക്ട്സ് ഉണ്ടാകാൻ ടെൻഡൻസി ഉണ്ട്. അതായത് ഈ CHലേക്ക് ഈ രണ്ട് CH3, ഈ രണ്ട് കാർബണും പ്രൈമറിയാ അല്ലേ? ബിക്കോസ് ദിസ് കാർബൺ അറ്റാച്ച്ഡ് ടു ദിസ് ഒൺലി കാർബൺ. അതായത് വേറെ ഒരു കാർബൺ മാത്രം അറ്റാച്ച് ചെയ്തുകൊണ്ട് ദിസ് കാർബൺ ഈസ് പ്രൈമറി. മാത്രമല്ല ഈ CH3യും ഈ CH3യും ഈക്വലന്റ് ആണ്. കാരണം ഈ CHലോട്ട് മാത്രമാണ് എന്ത് അറ്റാച്ച്മെന്റ് ചെയ്തേക്കുന്നത്. നമുക്ക് അതുകൊണ്ട് നോക്കിയേ, നമുക്കതുകൊണ്ട് ഈ CH3യെ നമുക്ക് ഈ കാർബണിലുള്ള ഹൈഡ്രജനെ നമുക്ക് A എന്ന് വിളിക്കാം. അപ്പൊ ഇതും എന്തിനെ വിളിക്കാം? A എന്ന് വിളിക്കാം. കണ്ടോ? നെക്സ്റ്റ് ഈ CH എന്താ? 1, 2, 3 കാർബൺ അറ്റാച്ച്ഡ് ആണ്. ഇറ്റ്സ് എ ടേർഷ്യറി കാർബൺ. നമ്മളിതിനെ B എന്ന് വിളിക്കുന്നു.
നമ്മളതിനെ ബി എന്ന് വിളിക്കുന്നു. നെക്സ്റ്റ് നോക്കിക്കേ, നെക്സ്റ്റ് ഈ CH2 ആയത് ഇതെന്താ സെക്കൻഡറിയാ അല്ലെ. ഈ കാർബൺ CH2ന്റെ ഈ കാർബൺ അറ്റാച്ച്ഡ് ടു CH ആൻഡ് CH, therefore this is secondary, നമ്മളതിനെ C എന്ന് വിളിക്കുന്നു. ഇവിടെ CH3 ആണ്, നമുക്കതിനെ പക്ഷേ A എന്ന് വിളിക്കാൻ പറ്റില്ല. നമുക്കതിനെ A എന്ന് വിളിക്കാൻ പറ്റില്ല. കാരണം എന്ന് വെച്ചാൽ ഈ രണ്ട് CH3യും ഈ CH ആയിട്ട് അറ്റാച്ച് ചെയ്ത സിമെട്രിക്കൽ സ്ട്രക്ചറാണ്, സിമെട്രിക്കലാണ്. ബട്ട് ദിസ് CH3 ഈസ് ഡിഫറെന്റ്. നമ്മൾ അതുകൊണ്ട് അതിനെ D എന്ന് വിളിക്കുന്നു. അപ്പം ഈ കമ്പൗണ്ട് Cl2 ഇൻ പ്രസൻസ് ഓഫ് ഹീറ്റ് റിയാക്ട് ചെയ്യുമ്പം എന്തുണ്ടാവും നോക്കിയേ, റിയാക്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന സംഭവം നോക്കി. അപ്പൊ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കണ്ടോ, ആദ്യമേ നമ്മൾ A എന്ന് പറയുന്ന ഹൈഡ്രജൻ ഓറോൺ റീപ്ലേസ് ആക്കിയിട്ട് അവിടെ ക്ലോറിൻ കയറ്റണം. രണ്ടാമത്തെ സ്ട്രക്ചറിൽ എയുടെ ഇനി മാറ്റേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. കാരണം എന്താ, ഈ CH3യും ഈ A എന്ന CH3യും ഇക്വലന്റാ, രണ്ടും ഒരേ എഫക്റ്റ്. നെക്സ്റ്റ് എന്ന് രണ്ടാമത്തെ സ്ട്രക്ചറിൽ നമ്മൾ ചെയ്യുമ്പോൾ വെച്ചാൽ രണ്ടാമത്തെ സ്ട്രക്ചറിൽ നമ്മളാണ് ഈ B എന്ന് പറയുന്ന കാർബണിലെ H റീപ്ലേസ് ആക്കിയിട്ട് ആരെ കയറ്റുന്നു? ക്ലോറിനെ കയറ്റുന്നു. പിന്നെ അതേപോലെ തന്നെ അടുത്ത സ്ട്രക്ചർ വരുമ്പോൾ നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ സെയിം, എന്ത് മൂന്നാമത് C എന്ന് പറയുന്ന CH2ലെ ഒരു H റീപ്ലേസ് ആക്കിയിട്ട് ആരെ കയറ്റുന്നു? ക്ലോറിൻ കയറ്റുന്നു. നെക്സ്റ്റ് നോക്കിയേ, നാലാമത്തെ സ്ട്രക്ചർ D എന്ന് പറയുന്ന കാർബണിലെ H റീപ്ലേസ് ആക്കിയിട്ട് ആരെ കയറ്റുന്നു? ക്ലോറിൻ കയറ്റുന്നു. ഓക്കെ, ഇത്രയും സ്ട്രക്ചേഴ്സ് ആയിരിക്കും ഉണ്ടാവുന്നത്. നമുക്ക് നോക്കിയാലോ, കേട്ടോ. ഇപ്പൊ വ്യക്തമായിട്ടുള്ള എക്സ്പ്രഷൻ കൊടുത്തിട്ടുണ്ടായി കേട്ടോ. അതായത് കണ്ടോ, നമ്മളതിനെ A എന്ന് ഐഡന്റിഫൈ ചെയ്യുന്നു, B എന്നും C എന്നും D എന്നും ഐഡന്റിഫൈ ചെയ്യുന്നു. ക്ലോറിനേഷൻ പ്രോസസ് ഓഫ് H2 ചെയ്യുമ്പം നമുക്ക് എന്താ കണ്ടോ, ആദ്യമേ D ഇവിടെ കൊടുത്തു വെച്ചാൽ ഡിയിലെ H റീപ്ലേസ് ആക്കിയിട്ട് ക്ലോറിൻ കയറ്റുന്നു, സിയിലെ H റീപ്ലേസ് ആക്കിയിട്ട് ക്ലോറിൻ കയറ്റുന്നു, ബിയിലെ H റീപ്ലേസ് ആക്കിയിട്ട് ക്ലോറിൻ കയറ്റുന്നു. പിന്നെ എവിടുന്നെങ്കിലും ഒരു A ഇല്ല H റീപ്ലേസ് ആക്കിയിട്ട് ക്ലോറിൻ കയറ്റുന്നു. ഇത്രയും സിമ്പിൾ ആണ് ക്ലോറിനേഷന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ. അപ്പൊ നമുക്ക് തീർച്ചയായിട്ടും വർക്ക്ഔട്ട് ചെയ്ത് നോക്കണം കേട്ടോ. നെക്സ്റ്റിലേക്ക് പോകാം. നെക്സ്റ്റ് ഓക്കെ, ബൈ ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ നമുക്ക് എന്തുണ്ടാക്കണം? നമുക്കെന്താ ലൈക്ക് ഹാലോജൻ ഡെറിവേറ്റീവ്സ് ഉണ്ടാക്കുക. അതായത് നമുക്കെന്താ ക്ലോറോ ആൽക്കൈനും അല്ലെങ്കിൽ എന്താ ഹാലോ അറീൻസ് ഒക്കെ ഉണ്ടാക്കുക. നോക്കി, ടൊളുവീൻ ഓൾറെഡി പഠിച്ചുള്ള കാര്യം കേട്ടോ. ടൊളുവീൻ കണ്ട ഇൻ പ്രസൻസ് ഓഫ് X2, X ഇവിടെ എന്താക്കിയാവാം? X ഇവിടെ ക്ലോറിൻ ആകാം, ബ്രോമിൻ ആകാം. റിയാക്ട്സ് ഇൻ പ്രസൻസ് ഓഫ് ഫെറസ് ബാർ ഡാർക്ക് ആകാം, അല്ലെങ്കിൽ FeCl3 അല്ലെങ്കിൽ FeBr3 എന്ന് കൊടുക്കുകയാണെങ്കിലും ഇറ്റ് മീൻസ് ദാറ്റ് റിങ്ങിലേക്കാണ് സബ്സ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂവന്റിലേക്കല്ല എവിടെ പോകുന്നത്? അപ്പോൾ എവിടെ റിയാക്ഷൻ നടക്കുന്നത്? റിങ്ങിൽ പോകണം. റിങ്ങിൽ എവിടെ, ഏതൊക്കെ പൊസിഷനിൽ? ഓർത്തോ ആൻഡ് പാരാ പൊസിഷനിൽ. നോക്കി, CH3 ഓർത്തോ പാര ഡയറക്റ്റിംഗ് ആണ്. അതുകൊണ്ട് CH3 ഇവിടെ ആണെങ്കിൽ ഈ കാർബൺ 1 ഇതിന് തൊട്ടടുത്ത പൊസിഷനാണ് ഓർത്തോ പൊസിഷൻ. ഒന്നെങ്കിൽ ഇതാകാം അല്ലെങ്കിൽ ഇതാകാം, ഡിപ്പെൻസ്. കണ്ടോ, CH3യുടെ ഓപ്പോസിറ്റ് സൈഡിലുള്ള പൊസിഷനാണ് പാരാ പൊസിഷൻ. കണ്ടോ, പാരാ ഹാലട്ടോളി. അങ്ങനെ നമുക്ക് ലൈക്ക് എന്താ ഓർത്തോ ഐസോമറും പാരാ ഐസോമറും ഉണ്ടാക്കാൻ പറ്റും. നമുക്ക് ഈ രണ്ട് ഐസോമറിനെ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പൊ നിങ്ങൾ നോക്കിയോ, ജസ്റ്റ് നോട്ട്സ് നോക്കുക കേട്ടോ. Like ortho and para isomers can be separated due to large differences in their melting points. Like para halotoluene stable. കാരണം നോക്കിക്കേ, ഒരു സിമെട്രിക്കൽ സ്ട്രക്ചർ അല്ലേ ഇത്? കണ്ടോ, ഒരു സിമെട്രിക്കൽ സ്ട്രക്ചർ ആണ് ഇത്. അപ്പൊ സിമെട്രിക്കൽ സ്ട്രക്ചർ ആയതുകൊണ്ട് നമുക്ക് എന്താ ക്രിസ്റ്റൽ ലാറ്റിസിൽ അത് നല്ലോണം വെൽ അറേഞ്ച്ഡ് ആയതുകൊണ്ട് എന്താ അപ്പൊ നമുക്ക് നല്ല സ്റ്റേബിൾ ആയിട്ട് നല്ലതുപോലെ അറേഞ്ച്ഡ് ആയിട്ടുള്ള മെറ്റീരിയൽ ബ്രേക്ക് ചെയ്യാൻ ഭയങ്കര ഡിഫിക്കൽട്ടാണ് അല്ലേ?
ഡിസോർഡർ ആയിട്ടിരിക്കുന്ന ഒരു സബ്സ്റ്റൻസിനെക്കാട്ടിലും നല്ല ഓർഡേർഡ് അറേഞ്ച്മെന്റ് ഉള്ള സബ്സ്റ്റൻസിനെ ബ്രേക്ക് ചെയ്യാൻ ഭയങ്കര ഡിഫിക്കൽട്ടാണ്. അതുകൊണ്ട് മെൽറ്റിംഗ് പോയിന്റ് കൂടുതൽ ആർക്കാം? പാര ഐസോമറിന്. അപ്പൊ നമുക്ക് ഐസോലേറ്റ് ചെയ്യാൻ ഡിഫിക്കൽട്ട് അറിയാം പാര. അതേസമയം ഓർത്ത് നമുക്ക് ഈസിലി ആയിട്ട് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് നോക്കിക്കേ. അണിലി. അണിലി എന്ന് വെച്ചാൽ ഒന്നുമില്ല. നോക്കിക്കേ, ബെൻസീൻ റിങ്ങിന്റെ മണ്ടയ്ക്ക് NH2 ഗ്രൂപ്പ് വരുമ്പോൾ, ബെൻസീൻ റിങ്ങിന് അറ്റാച്ച്മെന്റ് ആയിട്ട് NH2 ഗ്രൂപ്പ് വരുമ്പോൾ വിളിക്കുന്ന പേരാണ് അണലീൻ. ഓക്കെ, അണലീൻ ഇൻ പ്രസൻസ് ഓഫ് NaNO2 + 2HCl. എന്താ? NaNO2 + 2HCl നമുക്ക് എന്തുകൊണ്ടെന്ന് അറിയാം? ഇവിടുന്ന് HNO2 കിട്ടുന്നുണ്ട്. HNO2 നൈട്രസ് ആസിഡ്. എന്താ? നൈട്രസ് ആസിഡ്. കേട്ടോ, നോക്കിയോ, സിമ്പിളാ. അതായത് ഇവിടുത്തെ എണ്ണയും ഇവിടുത്തെ സീലും തമ്മിൽ NaCl പോയി, ബാക്കി HNO2. ഓർഗാനിക് കെമിസ്ട്രി സിമ്പിളാണ്. അതായത് എന്താ, നമുക്ക് എന്താ എലിമിനേറ്റ് ആക്കാൻ പറ്റുന്ന കണ്ടൻസേഷൻ ചെയ്യുന്ന പ്രോഡക്ട്സ് ഉണ്ടെങ്കിൽ അത് എലിമിനേറ്റ് ആക്കാം, എന്നിട്ട് ബാക്കി HNO2 റിബിറ്റ് ആവുന്നുണ്ട്. Therefore, aniline in presence of HNO2 gives, നോക്കിയേ, ഈ NH2 ഗ്രൂപ്പ് ഉണ്ടല്ലോ, ഈ NH2 ഗ്രൂപ്പ് N2 + Cl - ഗ്രൂപ്പ് ആയി. അല്ലെങ്കിൽ ഇപ്പൊ ഇവിടെ നമ്മൾ HCl ഉപയോഗിച്ചതുകൊണ്ടാണ് HX ഉപയോഗിച്ചെങ്കിൽ N2 + X - ഗ്രൂപ്പ് വന്നേനെ. N2 + Cl - ഗ്രൂപ്പ് ഉണ്ടായി. ഇങ്ങനെ ബെൻസീൻ റിങ്ങിന്റെ മണ്ടയ്ക്ക് N2 + Cl - ഗ്രൂപ്പ് വരാൻ വിളിക്കുന്ന പേരാണ് ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡ്. എന്താ? ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡ് പ്ലസ് NaCl + 2H2. ഈ ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡിൽ നിന്ന് നമുക്ക് പല ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഓർഗാനിക് കമ്പൗണ്ട്സ് ഉണ്ടാക്കാൻ പറ്റും. നോക്കിക്കേ, ആ റിയാക്ഷനാണ് സാൻ-മേയേഴ്സ് റിയാക്ഷൻ. ഓക്കെ, അണിലീൻ ഇൻ പ്രസൻസ് ഓഫ് HX ബാർ എന്നുണ്ടെന്നും നമ്മൾ HCl ഉപയോഗിക്കുമ്പോൾ N2 + Cl - വരും. HX ഉപയോഗിക്കുമ്പോൾ N2 + X - ഡയസോണിയം സാൾട്ട്, ബെൻസീൻ ഡയസോണിയം സാൾട്ട് ഓൺ റിയാക്ഷൻ. അപ്പൊ കണ്ടോ, ഓൺ റിയാക്ഷൻ വിത്ത് കുപ്രിക് ഹാലൈഡ് CuX ഗീവ്സ്, ഇവിടുത്തെ X ഇവിടെ ഇപ്പൊ നോക്കിയേ, X ക്ലോറിനും ബ്രോമിനും ആണെങ്കിൽ കറസ്പോണ്ടിങ് ക്ലോറിനും ബ്രോമിനും വരും. കണ്ടോ, in presence of potassium iodide gives iodobenzene. In presence of CuCN gives, okay, benzonitrile. Appo how will you convert aniline to benzonitrile? How will you convert aniline to iodobenzene? How will you convert? കണ്ടോ, aniline to phenol. അപ്പോൾ നോക്കിയേ, ആദ്യമേ അണിലിനെ നമ്മൾ ഡയസോണിയം സാൾട്ട് ആക്കിയ ശേഷം ഡയസോണിയം സാൾട്ടിനെ നമ്മൾ aqueous H2SO4 റിയാക്ട് ചെയ്യുമ്പോൾ എന്താ കിട്ടുന്നു? N2 + X - ഗ്രൂപ്പ് മാറിയിട്ട് അവിടെ OH ഗ്രൂപ്പ് വരുന്നു. ബെൻസീൻ റിങ്ങിന്റെ മണ്ടയ്ക്ക് OH എന്ന് വിളിക്കുന്ന പേരാണ് ഫീനോൾസ്. അല്ലെ, ഫീനോൾസ് വരുന്നു, മൂന്നിടത്ത് ഇവോൾവ് ആവുന്നു. സിമ്പിൾ. അപ്പൊ ഈ സാൻ-മേയേഴ്സ് റിയാക്ഷനും ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. നെക്സ്റ്റ് നോക്കിക്കേ, ഫ്രം ആൽക്കീൻസ്. ഇതും പണ്ട് പഠിച്ചുള്ള കാര്യമാണ്. ഓക്കെ, ആൽക്കീൻ എന്ന് പറയുമ്പം ഡബിൾ ബോണ്ട് അല്ലേ? അതായത് നിങ്ങൾക്ക് അറിയുന്ന കാര്യം തന്നെ. ഇപ്പം CH2 ഡബിൾ ബോണ്ട് CH2, ഇതിലേക്ക് നിങ്ങൾ HBr ആഡ് ചെയ്യുകയാണെങ്കിൽ ഒന്നും ആലോചിക്കുന്നില്ല. എന്താ? ഡബിൾ ബോണ്ട് ബ്രേക്ക് ആക്കുക അല്ലെ? ആൽക്കീനോടെ നോക്കി H+ഉം Br- അപ്പൊ നിങ്ങൾ അവിടെ നോക്കി ഡബിൾ ബോണ്ട് അങ്ങ് ബ്രേക്ക് ആക്കണം. ഡബിൾ ബോണ്ടിൽ ഒരു ബോണ്ട് ബ്രേക്ക് ആക്കിയ ശേഷം നമുക്ക് എന്താ ചെയ്യാം? ഒരു സബ്സ്റ്റിറ്റ്യൂട്ടിലേക്ക് എന്താ ആഡ് ചെയ്യാം? ഇപ്പൊ സിമെട്രിക്കൽ ആയിരുന്നു, അതുകൊണ്ട് ഇവിടെ ഞാൻ ഇവിടെ H ആഡ് ചെയ്യുന്നു, ഇവിടെ എന്താ ആഡ് ചെയ്യുന്നു? ബ്രോമിൻ ആഡ് ചെയ്യുന്നു. ഉണ്ടോ? ഇത്ര റിയാക്ഷൻ. ബട്ട്
സിമെട്രിക്കൽ ആൽക്കെയിൻസ്, അതായത് ഈവൻ നമ്പർ ഓഫ് ആൽക്കെയിൻസ് അത് ഡബിൾ ബോണ്ട് നടുക്കൊക്കെ വരുമ്പം ഇത് ഫീസിബിളാണ്. അൺസിമെട്രിക്കൽ ആൽക്കീൻസിന്റെ കേസിൽ ഇതല്ല. They should follow Markovnikov rule of addition. അത് നോക്കിക്കേ കണ്ടോ, CH3 CH ഡബിൾ ബോണ്ട് CH2 HBr ആഡ് ചെയ്യുമ്പോൾ നോക്കിയേ H പ്ലസും Br മൈനസും. അപ്പോൾ നോക്കി ഇവിടെ എവിടാണോ ലീസ്റ്റ് നമ്പർ ഓഫ് ഹൈഡ്രജൻ ആയിട്ടുള്ള നോക്കിയേ ഈ കാർബൺ ഡബിൾ ബോണ്ട് ഈ കാർബണില അല്ലെ ഹൈഡ്രജൻ ആറ്റം. അക്കോർഡിംഗ് ടു Markovnikov's rule, negative part of the addendum goes to carbon containing least number of hydrogen atom എന്ന്. അപ്പൊ എന്താ ചെയ്യും, ഡബിൾ ബോണ്ട് ബ്രേക്ക് ആക്കിയിട്ട് നെഗറ്റീവ് പാർട്ട് അഡൻഡം ഏതാ ബ്രോമിൻ, ഇവിടെ സോറി ഡബിൾ ബോണ്ട് അല്ല സിംഗിൾ ബോണ്ട് കേട്ടോ, സിംഗിൾ ബോണ്ട് ആണേ കണ്ടോ. അപ്പൊ എവിടെ പോകുന്നു, ലീസ്റ്റ് നമ്പർ ഹൈഡ്രജൻ ആയിട്ടുള്ള ബ്രോമിൻ കാർബണിലേക്ക് ബ്രോമിൻ അറ്റാച്ച് ചെയ്യുന്നു, CH2 ലേക്ക് അറ്റാച്ച് ചെയ്യുന്നു, CH അറ്റാച്ച് ചെയ്യുന്നു കേട്ടോ. ഇത് മറ്റേത് ഉണ്ടാവുന്നുണ്ട് ആന്റി മാർക്കോണിക്കോ, അതായത് മോർ നമ്പർ ഓഫ് ഹൈഡ്രജൻ ഉള്ള സ്ഥലത്തേക്ക് ബ്രോമിൻ കയറുന്നുണ്ട്. ബട്ട് മേജർ പ്രോഡക്റ്റ് എന്ന് പറയുമ്പോൾ മാർക്കോണിക്കോ പ്രോഡക്റ്റ് ആയിരിക്കും കേട്ടോ. CH3 CH Br CH3 ആയിരിക്കും. അപ്പൊ എപ്പോഴും ശ്രദ്ധിക്കണം അൺസിമെട്രിക്കൽ ആൽക്കീൻസിന്റെ കേസിൽ. നെക്സ്റ്റ് ഇനി നോക്കിയേ, അഡീഷൻ ഓഫ് ഹാലോജൻസ്. ഇതും സിമ്പിൾ, വലിയ കുഴപ്പമില്ല. നോക്കിയേ, അതായത് ആൽക്കീൻ അല്ലെ, ഇപ്പൊ നമ്മൾ എടുക്കുന്നത് ഈത്തീൻ, C ഡബിൾ ബോണ്ട് C, അതിലേക്ക് Cl2 Cl ബോണ്ട് Cl ആഡ് ചെയ്യുമ്പോൾ ഒന്നുമില്ല. നോക്കിക്കേ, 2 ക്ലോറിൻ അല്ലേ, ഒരു സ്ഥലത്ത് ഇഷ്ടമുള്ള ബോണ്ട് ബ്രേക്ക് ആക്കിയിട്ട് ഇവിടെ ഒരു ക്ലോറിൻ ആഡ് ചെയ്യുന്നു, ഇവിടെ ക്ലോറിൻ ആഡ് ചെയ്യുന്നു കേട്ടോ. നോക്കി സിമ്പിൾ പ്രോഡക്റ്റാണ്. അപ്പൊ നോക്കിയേ, ഒരു ആൽക്കീൻ കേസ് വരുവാണെങ്കിൽ ഡൈഹാലോജൻസ് ആഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വിസിനൽ ഡൈഹാലൈഡ് കിട്ടും. വിസിനൽ എന്ന് വെച്ചാൽ എന്താ, ഈ കാർബണിലെ എക്സ് തൊട്ടടുത്ത കാർബണിലും എക്സ്, അതായത് അടുത്തടുത്ത് വെക്കുന്ന കാർബണിൽ നമുക്ക് എന്തോ കിട്ടുന്നു, ഹാലജൻസ് അറ്റാച്ച് ചെയ്യുന്നു കേട്ടോ. അപ്പൊ തൊട്ടടുത്തുള്ള കാർബൺ അല്ലേ എന്ത് ഹാലജൻസ് അറ്റാച്ച് ചെയ്ത്, ഇതിനെടുക്കുന്ന പേരാണ് വിസിനൽ ഡൈഹാലൈഡ്സ്. 2 ഹാലജൻ അറ്റാച്ച്ഡ് ആണ്. നെക്സ്റ്റ് നോക്കി, നെക്സ്റ്റ് റിയാക്ഷൻ ആണ് ഹാലജൻ എക്സ്ചേഞ്ച് റിയാക്ഷൻ. നമുക്കുണ്ടല്ലോ ഇപ്പൊ നമുക്ക് ക്ലോറോമീഥേൻ, ബ്രോമോ ഈത്തേൻ ഇങ്ങനെയൊക്കെ പറയുന്ന ഹാലോ ആൽക്കീൻസ് ഉണ്ടാക്കാൻ പറ്റും. പക്ഷേ അയഡിൻ ഡെറിവേറ്റീവ്സും ഫ്ലൂറിൻ ഡെറിവേറ്റീവ്സും ഉണ്ടാക്കാൻ പറ്റില്ല ബൈ ദാറ്റ് മെത്തേഡ്സ്. മനസ്സിലാണോ? കുറച്ച് റീസൺസ് ഉണ്ട്. റീസൺ നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് നോക്കിയിട്ട് ക്ലിയർ കട്ടായിട്ട് പഠിക്കണം കേട്ടോ. നോക്കിയേ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം, ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് റിയാക്ഷൻ ആണ്. ഈ അയഡിൻ ഡെറിവേറ്റീവ്സും ഫ്ലൂറിൻ ഡെറിവേറ്റീവ്സും ഉണ്ടാക്കണം. മനസ്സിലുണ്ടോ? നോക്കി, അതായത് നോക്കി ഇത്രയും ഗ്രൂപ്പ് ഉണ്ട്, ഇത്രയും പാർട്ട് എന്താ, 6 പാർട്ടാ അല്ലേ, RCl ഇൻ പ്രസൻസ് ഓഫ് സോഡിയം അയഡൈഡ്, ഇൻ പ്രസൻസ് ഓഫ് അസറ്റോൺ. നോക്കി, ഈ ക്ലോറിൻ ഇങ്ങോട്ട് ഷിഫ്റ്റ് ആക്കണം, ഈ അയഡിൻ തിരിച്ച് അങ്ങോട്ട് ഷിഫ്റ്റ് ആക്കണം. ദിസ് ഇസ് നോൺ ആസ് ഹാലജൻ എക്സ്ചേഞ്ച് റിയാക്ഷൻ. ആൻഡ് ആൽക്കൈൽ അയഡൈഡ് ഉണ്ടാക്കുന്ന റിയാക്ഷൻ പേരാണ് ഫിങ്കൽസ്റ്റീൻ റിയാക്ഷൻ. എന്താ? ഫിങ്കൽസ്റ്റീൻ റിയാക്ഷൻ കണ്ടോ? അതായത് ആൽക്കൈൽ ഹാലൈഡ് RX പ്ലസ് സോഡിയം അയഡൈഡ് റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു? നോക്കിയേ, ഒന്നുമില്ല, എക്സ് ഇങ്ങോട്ട് പോകണം, അയഡിൻ ഇങ്ങോട്ട് വരണം കണ്ടോ? Ri plus sodium is known as halogen exchange reaction, and for preparation of alkyl halides it is known as Finkelstein reaction.
ഈ RHX എന്താ? ക്ലോറിൻ ആകാം, ബ്രോമിൻ ആകാം. നെക്സ്റ്റ് ഓക്കെ, നെക്സ്റ്റ് ടൈപ്പ് റിയാക്ഷൻ ആണ് സ്വാർട്സ് റിയാക്ഷൻ. അതായത് ഫ്ലൂറോ ബെൻസീൻ ഉണ്ടാക്കുന്ന ടൈപ്പ് റിയാക്ഷൻ. ഒന്നുമില്ല, ഇങ്ങനെയാണോ? ഇപ്പോൾ സപ്പോസ് CH3Br എടുത്തിരിക്കുന്നത്, എനിക്കൊന്നെങ്കിൽ AgF ആയിട്ട് റിയാക്ട് ചെയ്യാം, അല്ലെങ്കിൽ എന്താ Hg2F2 ആയിട്ട് റിയാക്ട് ചെയ്യാം, അല്ലെങ്കിൽ എന്താ COF2 ആയിട്ട് റിയാക്ട് ചെയ്യാം, അല്ലെങ്കിൽ എന്താ SbF3 ആയിട്ട് റിയാക്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇങ്ങനെ റിയാക്ട് ചെയ്യുമ്പം നോക്കിക്കേ, എനിക്ക് എന്തുകൊണ്ടാ ചാൻസ് ഉണ്ട്? ഇവിടെയും ഹാൽഡ് എക്സ്ചേഞ്ചാ. റിയാക്ഷൻ നടക്കുന്നത് എങ്ങനെയാ? സിമ്പിൾ. ബ്രോമിൻ ഇങ്ങോട്ട് ഷിഫ്റ്റ് ആവണം, ഫ്ലോറിൻ ഇങ്ങോട്ട് ഷിഫ്റ്റ് ആവണം. കണ്ടോ? CH3F AgBr. അപ്പോൾ ആൽക്കൈൽ ഫ്ലൂറൈഡ്സ് ഉണ്ടാക്കുന്ന റിയാക്ഷൻ പേരാണ് സ്വാർട്സ് റിയാക്ഷൻ. എന്താ? സ്വാർട്സ് റിയാക്ഷൻ. നെക്സ്റ്റ് ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം. റൈറ്റ് ദ പ്രോഡക്ട്സ് ഓഫ് ദ ഫോളോയിങ് റിയാക്ഷൻസ്. നോക്കി, ഈ സ്ട്രക്ചർ കാണുന്നുണ്ട്, പ്ലസ് നമ്മൾ HBr ആഡ് ചെയ്യുന്നു. അപ്പോൾ എപ്പോഴും ചെയ്യുന്നത് വെച്ചാൽ ഇറ്റ് ഫോളോസ് അഡീഷൻ ഓഫ് ആൽക്കൈൽ HBr, അഡീഷൻ ഓഫ് ഹൈഡ്രജൻ ആലൈഡ്സ് ടു ആൽക്കീൻസ് ഫോളോസ് മാർക്കോണിക്കോ റൂൾ. അപ്പോൾ H പ്ലസും Br മൈനസും. ആൽക്കിൻ പാർട്ട് ഏതാ? ഈ രണ്ട് കാർബൺ അല്ലേ? അവിടെ ഹൈഡ്രജൻ കുറവുള്ള കാർബൺ ഏതാ? ഇതല്ലേ? ആണോ അല്ലേ? അപ്പം നെഗറ്റീവ് പാർട്ട് ഓഫ് ദ ഹൈഡ്രജൻ ബ്രോമിൻ എവിടെ പോകണം? ഇവിടെ പോകണം, ആ കാർബൺ പോകണം. അപ്പൊ നമുക്ക് ആൻസർ എന്താ വരുന്നത്? ആൻസർ വരുമ്പോൾ എന്താ? ഒന്നുമില്ല. ഇത് ആൻസർ. ഒന്നാമത്തെ ആൻസർ നോക്കിക്കേ, ഇങ്ങനെ വരും. ഒന്നാമത്തെ ആൻസർ വരുമ്പോൾ ബെൻസീൻ റിംഗ് ഒക്കെ വരയ്ക്കുന്നു. പിന്നെ ഈ കാർബൺ സിംഗിൾ ബോണ്ടായി H അല്ലേ? H ഡബിൾ ബോണ്ട് ഉണ്ടായിരുന്നു, അത് ബ്രേക്ക് ചെയ്തു. എന്നിട്ട് ബ്രോമിൻ ഇവിടെ അറ്റാച്ച് ചെയ്യണം. എന്നിട്ട് ഹൈഡ്രജൻ അവിടെ കയറ്റണം, പിന്നെ ഇവിടെ കയറ്റണം. ഓക്കെ, സിമ്പിൾ. നെക്സ്റ്റ് നോക്കിക്കേ, CH3 CH2 CH ഡബിൾ ബോണ്ട് CH2 പ്ലസ് HCl സെയിം. എവിടെ ഹൈഡ്രജൻ കുറവ്? ഈ കാർബൺ അല്ലേ? അപ്പൊ ആൻസർ എന്താ വരും? H പ്ലസും Cl മൈനസും. CH3 CH2 CH Cl CH3. കണ്ടോ? നെക്സ്റ്റ് പെറോക്സൈഡ് ആണെങ്കിൽ ഇറ്റ് ഫോളോസ് ആന്റി മാർക്കോണിക്കോ റൂൾ. ഓക്കെ, അപ്പൊ അഡീഷൻ ഓഫ് ഹൈഡ്രജൻ ഹാലൈഡ്സ് ഇൻ പ്രസൻസ് ഓഫ് പെറോക്സൈഡ്, ഓർഗാനിക് പെറോക്സൈഡ്സ് ഫോളോസ് ആന്റി മാർക്കോണിക് റൂൾ. അപ്പൊ മാർക്കോണിക് റൂൾ നേരെ ഓപ്പോസിറ്റ്. ഹൈഡ്രജൻ കൂടുതലുള്ള കാർബണിലേക്ക് ഹൈഡ്രജൻ അറ്റാച്ച് ചെയ്യണം. നോക്കിക്കേ, അവിടെ ഹൈഡ്രജൻ കൂടുതലുള്ള കാർബൺ ഏതാ? ഇതല്ലേ? ആൻസർ എന്താ വരുന്നത്? നോക്കിയേ, CH2 CH. ഇവിടെ എന്ത് ചെയ്യും? ഇവിടെ ഒന്നും കൂടി H കയറി, മറ്റേ ഡോട്ട് CH2 Br ഇവിടെ കയറി. കണ്ടോ? ഈ HBr H പ്ലസും Br മൈനസും. നെഗറ്റീവ് ആയിട്ട് ഗോസ് ടു കാർബൺ മോർ നമ്പർ ഹൈഡ്രജൻ ആറ്റം ഇൻ പ്രസൻസ് ഓഫ് പെറോക്സൈഡ്. നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. Why is sulfuric acid not used during the reaction of alcohols with the Ki? Okay, because sulfuric acid cannot be used along with Ki in the conversion of an alcohol to aldehyde because it converts. ഏത് converts? H2SO4 converts Ki to the corresponding acid HI. അപ്പൊ Ki എന്തായി? HI ആയി. HI പിന്നെന്താക്കും? I2 ആവും. അപ്പൊ നമുക്ക് Ki ആയിട്ട് ലിബറേറ്റ് ആവുന്നുണ്ടോ? ഇല്ല. മനസ്സിലുണ്ടോ? അപ്പൊ ഈ Ki എന്തായി? Ki എന്തായി? HI.
HI പിന്നെ എന്തായി I2I. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പ്യൂർ ആയിട്ടുള്ള KI കിട്ടുന്നില്ല. Therefore ഈ റിയാക്ഷൻ ഈസ് നോട്ട് പോസിബിൾ. ഓക്കെ, ദിസ് റിയാക്ഷൻ ഈസ് നോട്ട് പോസിബിൾ. നെക്സ്റ്റ്, ഇത് നല്ല അടിപൊളി ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ. നോക്കിയേ, സൈക്ലോ എക്സിനകത്ത് OH ഗ്രൂപ്പ്, ബെൻസിൻ റിംഗ് അല്ല കേട്ടോ, പഠിച്ചിട്ടുള്ള നമ്മൾ എന്താ ഇന്നലെ പാർട്ട് 1 പഠിച്ച സൈക്ലോ എക്സ്. നോക്കി OH എന്തൊക്കെ SOCl2 ആഡ് ചെയ്യുമ്പം പ്രോട്ടോൺ വരുന്ന OH മാറിയിട്ട് Cl വരണം അല്ലേ? നോക്കി OH മാറിയിട്ട് Cl വന്നു. രണ്ടാം നോക്കിക്കേ, CH2CH in presence of Br2H heat or UV. കണ്ടോ എവിടെ കയറാവുള്ളു? എവിടെ കയറാവുള്ളു? സബ്സ്റ്റിറ്റ്യൂവന്റിന്റെ അകത്ത് കയറാവുള്ളു. സബ്സ്റ്റിറ്റ്യൂവന്റിനകത്തും എവിടെ? മേജർ പൊട്ടാട്ടോ, മേജർ പോസിബിലിറ്റി 1 ആണോ പോസിബിലിറ്റി 2 ആണോ? ഏത് കാർബണിലാണ് കയറുന്നത്? ആ ബ്രോമിൻ കയറുന്നത് എവിടെന്നറിയോ? ദാ ബ്രോമിൻ കയറുന്നത് ഈ 1-ലല്ല, അവിടെ അല്ല, 1-ലല്ല. എവിടെ കയറുന്നത്? ദാ ഈ രണ്ടാമത്തെ കാർബണിലെ ഒരു H റീപ്ലേസ് ആക്കിയിട്ട് അവിടെ എന്താ ചെയ്യണം? ക്ലോറിൻ കയറണം. സോറി, ക്ലോറിൻ എവിടെ കയറണം? ബ്രോമിനാണ്. ഇവിടെ ബ്രോമിനാണ് കയറണം കേട്ടോ, ബ്രോമിൻ കയറണം. കാരണം എന്താ? ഈ ബ്രോമിൻ നമ്മൾ പറഞ്ഞില്ലേ, ഇപ്പൊ ഞാൻ നോക്കി മെക്കാനിസം ഓഫ് ഫ്രീ റാഡിക്കൽ അല്ലേ ഇത്? ഫ്രീ റാഡിക്കൽ എന്തുണ്ടാകുന്നുണ്ട്? ഒന്നാമത്തെ പോസിബിലിറ്റി ഇപ്പൊ 2 ഒന്നാമത്തെ പോസിബിലിറ്റി എന്ന് പറയുമ്പോൾ ഈ കാർബണിന്റെ മണ്ടയ്ക്ക് ഫ്രീ റാഡിക്കൽ ഉണ്ടാവില്ല. അതെന്ന് വെച്ചാൽ പ്രൈമറി റാഡിക്കല ആണല്ലോ. രണ്ടാമത്തെ കാർബണിൽ വന്ന എന്ന് വെച്ചാൽ രണ്ടാമത്തെ കാർബണിൽ വന്ന എന്താ പോസിബിലിറ്റി? എന്താ? റാഡിക്കൽ ഇവിടെ വരും, സെക്കൻഡറി റാഡിക്കല. സെക്കൻഡറി റാഡിക്കൽ ഈസ് മോർ സ്റ്റേബിൾ ദാൻ പ്രൈമറി റാഡിക്കൽ ആയതുകൊണ്ട് എവിടെ വരത്തുള്ള ബ്രോമിൻ? ഇവിടെ വരും ബ്രോമിൻ. നെക്സ്റ്റ് കണ്ടോ, പ്ലസ് HCl. ഈ സെക്ഷൻ നോക്കിയാൽ ബെൻസിൻ ഉണ്ടെങ്കിൽ ഒരു OH, പിന്നെ CH2OH HCl ഹീറ്റ്. നമുക്കൊരിക്കലും ഞാൻ പറഞ്ഞില്ലേ ഈ OH വെട്ടിക്കളയാൻ പറ്റില്ല. കാരണം എന്താ? ആ OH റിപ്രസെന്റ് ചെയ്ത് കയറാൻ പറ്റില്ല. കാരണം എന്താ? ലോൺ പെയർ എന്താ ചെയ്യും? ഷിഫ്റ്റ് ആക്കി ഡബിൾ ബോണ്ട് ക്യാരക്ടർ ഉണ്ട് ഇവിടെ. അപ്പോൾ ഇത് ഈ ബോണ്ട് ബ്രേക്ക് ചെയ്യാൻ ഭയങ്കര ഡിഫിക്കൽട്ടാണ്. അപ്പോൾ നടക്കില്ല. ഇനിയാണ് നടക്കത്തുള്ളൂ. ഓക്കെ, കണ്ടോ CH2OHന്റെ OHും H നമ്മൾ എന്തോ പോയി? വാട്ടർ പോയി. ബാക്കി റിമൈനിങ് എന്താ? OH. റിമൈനിങ് എന്താ ബാക്കി? CH2Cl. ഓക്കെ അല്ലേ? നെക്സ്റ്റ്, ഇൻ പ്രസൻസ് ഓഫ് HI ആഡ് ചെയ്യുമ്പം എവിടെ? ഫോറസ്റ്റ് മാർക്കോണിക് റൂൾ. അപ്പോൾ 2 പോസിബിലിറ്റി ഉണ്ട്, ഈ കമ്പൗണ്ട്. എവിടെ ഹൈഡ്രജൻ കുറവ്? എവിടെ? ഈ കാർബൺ. അപ്പോൾ എവിടെ ഹൈഡ്രജൻ കയറത്തുള്ളൂ? therefore ഹൈഡ്രജൻ എവിടെ കയറത്തുള്ളൂ? നോക്കി CH3 ഹൈഡ്രജൻ കയറത്തുള്ളൂ, ഇവിടെ ഹൈഡ്രജൻ. നെക്സ്റ്റ്, എന്നിട്ട് മറ്റേ പൊസിഷനിൽ എന്താ കയറി? H കയറി. അവിടെ എന്താ? H കയറി. നെക്സ്റ്റ്, CH3 CH2 Br plus NaI. ഏത്? ഫിങ്കൽസ്റ്റീൻ റിയാക്ഷൻ. Br ഇങ്ങോട്ട് പോയി, I ഇങ്ങോട്ട് വന്നു. ബാക്കി റിമൈനിങ് എന്താ? CH3 CH2I plus NaBr. ഓക്കെ, ബ്രോമിൻ ഇൻ പ്രസൻസ് ഓഫ് സൈക്ലോഹെക്സീൻ പ്ലസ് ബ്രോമിൻ ഇൻ പ്രസൻസ് ഓഫ് ഹീറ്റ് ഓർ ലൈറ്റ്. എല്ലാവരുടെയും ടെൻഡൻസി എന്താ? ഈ ബോണ്ട് ബ്രേക്ക് ആക്കിയിട്ട് ഇവിടെ കയറ്റിയ ബ്രോമിൻ, ഇവിടെ കയറ്റിയ ബ്രോമിൻ. അതല്ല, ഇറ്റ്സ് റോങ്. കാരണം
ഹീറ്റ് ഓർ യു വി ലൈറ്റ് എന്ന് പറയുന്ന സാധനത്തിന് ഡബിൾ ബോണ്ട് ബ്രേക്ക് ചെയ്യാനുള്ള കഴിവില്ല. അതുകൊണ്ട് എന്താ ചെയ്യത്തുള്ളൂ, നമ്മളിപ്പം സബ്സ്റ്റിറ്റ്യൂഷൻ ആക്കത്തുള്ളൂ. ഇതെന്താ ബ്രേക്കിംഗ് ഓഫ് ബോണ്ട് അല്ല. അതെന്ത് നടക്കും നോക്കി, ഇതിൻ്റെ തൊട്ടിപ്പുറത്തെ സബ്സ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. അതെന്താ ഇവിടുത്തെ ഒരു എച്ച് റീപ്ലേസ് ആക്കിയിട്ട് അവിടെ ഒരു ബ്രോമിൻ കയറണം. അതാണ് അതിൻ്റെ ആൻസർ കേട്ടോ. അതിൻ്റെ ആൻസർ എന്താ ഇത്. അപ്പം ക്വസ്റ്റ്യൻ ചെയ്യുമ്പം ഭയങ്കര ശ്രദ്ധിക്കേണ്ട ഏരിയ. കുറച്ച് ഹോംവർക്ക് ക്വസ്റ്റ്യൻ ഉണ്ട്. ഓക്കെ, എല്ലാവരും ഹോംവർക്ക് ക്വസ്റ്റ്യൻ നോട്ട് ചെയ്തേ. Question number 1. Write structure of different dihydrogen derivatives of propane. Next. Among the isomeric alkanes of molecular formula C5H12, identify the one that on photochemical chlorination yields A single monochloride, 2 3 isomeric monochlorides, 3 4 isomeric monochlorides. അപ്പോൾ ജസ്റ്റ് ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ കേട്ടോ. ചെയ്തൊരു വേണം ഒരു ഹിൻഡ് തരാം. വേണ്ട ഹിൻഡ് വേണ്ട. C5H12 എന്ന ഫോമിലുള്ള കമ്പൗണ്ട്സ് ഐഡൻറ്റിഫൈ ചെയ്യണം, കിട്ടും. എപ്പോഴും ശ്രദ്ധിക്കണം, ആൽക്കേന ഫോർമുല കണ്ടിട്ട് ഓക്കെ ആൽക്കേൻ C5H12 ആൽക്കേന അങ്ങനെ ടൈപ്പ് കമ്പൗണ്ട് പഠിക്കണം. ഓക്കെ, നമുക്ക് വീണ്ടും നെക്സ്റ്റ് പാർട്ട് കണ്ടുപിടിക്കാം. ബൈ, ടേക്ക് കെയർ. Contact us www.crystalinstitute.co.in